ഹലോ, എഡിറ്റ് ചെയ്താലോ? ഇത് ഇന്ന് രാവിലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബുൾബുളാണ്. പുള്ളി ഒരു പുഴുവിനൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഈ പടത്തിന് ഒരു സബ്ജക്റ്റിന് വലിയ ഡിഫറൻസ് കിട്ടുന്നില്ല. സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏതാണ്ട് ഒരേ ബ്രൈറ്റ്നസ്സിലും എക്സ്പോഷറിലും കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിനൊന്ന് വേർതിരിച്ചെടുക്കണം. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് എക്സ്പോഷർ കൂട്ടി കോൺട്രാസ്റ്റ് കുറച്ച് കുറയ്ക്കണം. കാരണം കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ സബ്ജക്റ്റിൽ ഡാർക്ക്നെസ് ആ ബേഡിൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് കോൺട്രാസ്റ്റ് കുറച്ചു. ഹൈലൈറ്റ്സ് എന്തായാലും കുറയ്ക്കണം. നമുക്ക് ഹൈലൈറ്റ്സ് കുറച്ചു. ഷാഡോസ് ഞാൻ കുറച്ച് ഡെപ്ത് കുറയ്ക്കുകയാണ്, കാരണം കിഴിയുടെ ഐയും ഇതൊക്കെ കിട്ടാൻ. പക്ഷെ നമുക്ക് ആ കോൺട്രാസ്റ്റ് അവിടെ മിസ്സാവുന്നുണ്ട്. പക്ഷെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ. കാണിച്ചു തരാം. സോ വൈറ്റ് രണ്ട് തരത്തിലും ചെയ്യാം. അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച്. ഞാൻ കുറച്ച് കുറയ്ക്കുന്നതിനേക്കാൾ എനിക്ക് കൂട്ടുമ്പോഴേ രസം തോന്നുന്നു. ഞാൻ കുറച്ച് കൂട്ടി. സോ ബ്ലാക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കണ്ണും ആ ബോഡി സെപ്പറേഷൻ കിട്ടില്ല. സോ ബ്ലാക്ക് നമ്മൾ കുറച്ച് ഡെപ്ത് കുറച്ചു. പക്ഷെ ഇതൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും വേറെ സ്ഥലത്ത്. കറുസിൽ നമുക്കതൊക്കെ പിടിക്കാൻ ഇനി കുറച്ച് കർവ് എടുത്തു. ആസ് യൂഷ്വൽ എസ് കർവിലേക്ക് പോയി. ദെൻ അതിൻ്റെ ഇത്രയ്ക്ക് എസ്സാക്കാൻ പറ്റില്ല, അതിൻ്റെ കണ്ണ് പോയി. ഇങ്ങനെ ചെറിയൊരു എസ് കൊടുത്തു. ഇനി റെഡ്, ഗ്രീൻ ഉള്ളതുകൊണ്ട് കുറച്ച് റെഡിൻ്റെ ബോട്ടം കുറച്ചാൽ ആ ഗ്രീനുകൾക്കൊരു ചെറിയ ഭംഗി കിട്ടും. കണ്ടോ? ഇപ്പോൾ കുറച്ച് പടം സിനിമാറ്റിക്കായി കൊള്ളാം, അടിപൊളി. ഇനി ബ്ലൂമ വല്ലാണ്ട് കളിക്കണമെന്ന് നോക്കട്ടെ ഞാൻ. ആക്ച്വലി കണ്ടോ, ബ്ലൂ ഒക്കെ കൂട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും പടം. ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമുക്കത് പറ്റില്ല. അതിൻ്റെ ഒറിജിനൽ പരിപാടിയിൽ നിന്ന് വല്ലാണ്ട് പോകുന്നില്ല നമ്മൾ. എന്നുവെച്ചാൽ ഒറിജിനൽ ടോൺ കുറച്ചൊരു ഭംഗിയിൽ കിട്ടണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞു. അടുത്തത് കളറിലേക്ക് പോവാം. ആസ് യൂഷ്വൽ ഗ്രീൻ. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് രസമാണ് ഇവിടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒതൻറ്റിസിറ്റി കംപ്ലീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഗ്രീനായിട്ട് തന്നെ നിലനിർത്തുകയാണ്. ഇതൊരു സാധ്യതയാണ് ഈ പടത്തിൽ. കണ്ടുവോ? ഇപ്പം കിളീന് നമുക്ക് വേറെ നിൽക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു കറിവേപ്പിലേമേതിരിക്കണം. നിറച്ച് കമ്പും ചില്ലുകൊണ്ട് കിളിയുടെ ബോഡി കുറച്ച് മാസ്കായി പോയിട്ടുണ്ട്. അതൊരു പ്രശ്നമല്ല. ഇതൊക്കെയാണ് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ നാച്ചുറൽ ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകതകൾ. അതൊക്കെ അങ്ങനെ തന്നെ വേണം. കണ്ടു? ഇതിപ്പോൾ ഏതാണ്ടൊരു വൃത്തിക്ക് വന്നു. ഇതൊക്കെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്നതാണ്. ഇതൊക്കെ എടുക്കുന്നത് ഫോണിലാണ്. പക്ഷെ ഫോൺ അത്യാവശ്യം പ്രീമിയമാണ്. മിഡ് ടോൺസിൽ വലിയ കളി കളിക്കണോ? ആട്ടെ, വേണ്ട. കുറച്ചൊരു യെല്ലോയിഷ് ആക്കി വെക്കാം നമുക്കതിനെ. ഹൈലൈറ്റ്സിൽ ഇവിടെ നമ്മളെപ്പോഴും ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള കളേഴ്സ് നോക്കുക. എന്നിട്ട് നമുക്ക് അതിൽ ഇഷ്ടമുള്ള കളറിൻ്റെ താഴത്തേക്ക് കൊണ്ടുവരിക. ഒരിക്കലും എക്സ്ട്രീമൊന്നും വെക്കേണ്ട ആവശ്യം ഈ പടത്തിനില്ല. എനിക്ക് ഈ ബ്ലൂ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ വെച്ചു. പക്ഷെ അത് വേണ്ട വെച്ചു ഞാനത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞു. ഡൺ. ഇനി നമ്മുടെ എഫക്ട്സ്. ഇത് കുറച്ച് സോഫ്റ്റായി കിടക്കുന്നുണ്ട്, അതൊക്കെ മാറ്റി കുറച്ച് ബോൾഡാക്കി. നോക്കൂ, ഇപ്പം തന്നെ പടത്തിനൊരു സെപ്പറേഷൻ കിട്ടി. ആ ഗ്രീൻ കുറച്ച് അലമ്പായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഗ്രീനൊന്ന് മാറ്റാം വീണ്ടും. ഈ ഗ്രീൻ ഇങ്ങനെ നിർത്താം. ഓക്കെ, ബെറ്റർ. ഇനിയാണ് മെയിൻ പരിപാടി, സെലക്റ്റീവ്സിൽ പോയിട്ട് നമുക്ക്
സെലക്ട് സബ്ജക്റ്റ് കൊടുക്കാം. അറിയില്ല അഡോബിന് കൃത്യമായിട്ട്. സൂപ്പർ. ഇവിടെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ സാധ്യതകൾ അടിപൊളിയാണെന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാ പരിപാടിയും നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. സബ്ജക്റ്റ് സെപ്പറേഷൻ കിട്ടി, ബ്ലാക്ക് കിട്ടി, കണ്ണ് കിട്ടി, എല്ലാം ആ പടത്തിന് നമുക്ക് ആവശ്യമുള്ള എല്ലാ എലമെൻറ്റുകളും പൊളിയായിട്ട് തരികയാണ് ഇങ്ങോട്ട് അഡോബ്. ഇപ്പം അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടണേ കൂട്ടാം, പക്ഷെ വേണ്ട, നമുക്കൊരു ഇത്തിരി കുറച്ച് അതിനെ ഇത്തിരി ഭംഗിയിൽ വയ്ക്കാം. അവിടെ നിന്നൊന്നും ചെയ്യാനില്ല കേട്ടോ, ഞാൻ വെറുതെ പിടിച്ച് തൂക്കണതാ. നോക്കൂ, ഒരു രക്ഷയില്ലാത്ത തരത്തിൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കിട്ടിയില്ലേ. പൊളി പടമായിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ അടിച്ചു. എനിക്ക് കുറച്ച് സാച്ചുറേഷൻ ടോട്ടൽ കുറവുണ്ട്, അത് നമുക്ക് മൊത്തം സാച്ചുറേഷനിൽ കൂട്ടിയാൽ മതി. എങ്ങനെയുണ്ട് പടം? ഗംഭീരമായില്ലേ? കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കതിൽ സെൻറ്ററിലേക്കൊരു ഫോക്കസ് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ സെലക്റ്റിലൊരു റൗണ്ട് എടുത്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്യുമ്പോൾ അറിയാലോ, മൊത്തത്തിൽ പടത്തിൻ്റെ സബ്ജക്റ്റ് ഒഴികെയുള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതാണ്ട് കിളി ഇരിക്കുന്ന ഒരു ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓരോ പടത്തിനും ഓരോ പോലെ ഇട്ട്. ഇതിനകത്തെ നിയമമൊന്നുമില്ല, എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്യുന്നു. പിന്നെ സ്ഥിരം ചെയ്തുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ, എനിക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇതിപ്പോൾ പടത്തിനൊന്നും സംഭവിക്കുന്നില്ല, ആ പടത്തിൻ്റെ അതിരുകളിലാണ് മാറ്റം സംഭവിക്കുന്നത്. അവിടേക്ക് നമുക്ക് വൈബ്രൻസ് കുറച്ച് കൂട്ടി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ പടത്തിന് ടോട്ടൽ പോസിറ്റിവിറ്റി കിട്ടാൻ ആ നിറങ്ങളൊക്കെ സഹായിക്കും. പിന്നെ കൂട്ടുമ്പോൾ ഒരിക്കലും എക്സ്ട്രീമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. കാരണം ഇപ്പോൾ എക്സ്ട്രീമായിട്ട് കുറയ്ക്കുമ്പോൾ കണ്ടോ, അത് വാഴയുടെ ഇലയാണോ അല്ല പെയിൻറ്റ് തട്ടിപ്പോയതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഓൾമോസ്റ്റ് അല്ലേ, സെറ്റാണ്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് നിർത്താം. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലൂവിൻ്റെ അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, സ്കൈയിൻ്റെ ബ്ലൂവിൻ്റെ അവിടെ കുറച്ചൊരു പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് സെറ്റാക്കാം. അവിടെ ഇത്തിരി അലമ്പായി കിടക്കുന്നത് നമുക്കൊന്ന് വൃത്തിക്കാക്കാം. ഇപ്പോൾ ആ പ്രശ്നം പോയി. ഇനി അത് പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ നോയ്സും ഉണ്ട്, കളർ നോയ്സും ഉണ്ട്. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് കുറയും. ഞാനെപ്പോഴും പറയുന്നത്, ഈ സ്റ്റോക്ക് പടം ഇത് എഡിറ്റ് ചെയ്തതല്ലേ. എഡിറ്റ് എന്ന് പറയുന്നൊരു പാപമൊന്നുമല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പടം എഡിറ്റ് ചെയ്ത് നോക്കി, അതുകൊണ്ടൊരു പ്രശ്നമില്ല. കാരണം പൊതുവേ പറയും എഡിറ്റ് ചെയ്ത പടമല്ലേ. എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എഡിറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിലൊക്കെ എഡിറ്റ് ചെയ്ത് ഒബ്ജക്റ്റൊക്കെ ഇതിലേക്ക് ഇപ്പോൾ ഒരു വേറൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവയ്ക്കുക, അത്തരത്തിലുള്ള മാനിപ്പുലേഷനെ പ്രശ്നമുള്ളൂ. കാരണം നമ്മളിത് എഡിറ്റ് ചെയ്യുന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പുതിയ കാലത്ത് ഫോട്ടോ എടുക്കുന്നതും ഫിൽറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നതും. സോ ചേഞ്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ പടം ഇങ്ങനെയായിരുന്നു, ഇപ്പം അത് ഇങ്ങനെയായി, ഗംഭീരമായല്ലേ. ഇനി ലൈറ്റ് റൂമിൽ വേറെയും കുറേ സാധ്യതകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ മുകളിലത്തെ കൊമ്പ് മാത്രം ഒന്ന് മായ്ച്ച് കളയാനൊക്കെ പറ്റും. അപ്പോൾ വേണമെങ്കിൽ വേറൊരു തരത്തിൽ അതിനൊരു ഭംഗി വരും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഏരിയ മൊത്തം അങ്ങോട്ട് മായ്ച്ച് കളയാൻ പറ്റും അടിപൊളിയായിട്ട്. ടൈം എടുക്കുന്ന പരിപാടിയാണ്, അത് AI ജനറേറ്റഡ് ആണ്. അപ്പോൾ ഒരല്പം സമയം എടുക്കും, എന്നാലും കണ്ടോ ഗംഭീരമായിട്ട് ആ ഒരു ഭാഗം മാച്ച് പടത്തിന് വേറൊരു ഭംഗി കൊണ്ടുവന്നു. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യാം. ആ റൂൾ ഓഫ് തേർഡിലേക്ക് ആ പുഴുവിനെ വയ്ക്കാം.
കാരണം കിളിയുടെ നമ്മൾ നോക്കുക റൂൾ ഓഫ് തേർഡ് ഭാഗത്തേക്കായിരിക്കും. എനിക്കൊരു ഒറ്റ പ്രശ്നം തോന്നിയത് ആ വൈറ്റിനൊരു ഡെപ്ത് കുറവുണ്ട്. നമുക്കത് അത് മാത്രം ഒന്ന് സെറ്റാക്കാൻ പറ്റും നോക്കാം. അത് ആക്ച്വലി കുറേ കളറിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിന് വലിയ കാര്യമായിട്ട് മാറ്റം സംഭവിക്കുന്നില്ല. അത് ഏത് കളറത്? ഓ, ഇവിടെയാണത് കിടക്കുന്നത്. ഓ, ബെറ്റർ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് ഈ പടം. നമുക്ക് വേണമെങ്കിൽ ബ്ലറൊന്ന് കൂട്ടി നോക്കാം അല്ലേ? നമ്മളെല്ലാ സാധ്യതകളും പരിശോധിക്കണം ഒരു പടം എഡിറ്റ് ചെയ്യുമ്പോൾ. അല്ലാണ്ട് ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കരുത്. ബ്ലർ നോക്കാം. ബ്ലറിൻ്റെ കേസിലും അതായത് ലൈറ്റ് റൂം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. ഞാൻ പെയ്ഡ് ലൈറ്റ് റൂമാണ് ഉപയോഗിക്കുന്നത്, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ഓ, അടിപൊളി ബ്ലർ കിട്ടി. നമുക്കൊരു അസാധ്യ ബ്ലർ കിട്ടിയത് കണ്ടോ നിങ്ങൾ? ചിന്തിക്കാൻ പറ്റാത്തൊരു ബ്ലറാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഗംഭീര പടമായിട്ട് മാറിയത്. ഇനി വല്ലതും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ പടത്തിൽ. എനിക്ക് ആ കിളിയുടെ കണ്ണിൻ്റെ അവിടുത്തെ റെഡ് കുറച്ച് ഞാൻ നേരത്തെ കുറച്ചപ്പോൾ പോയിട്ടുണ്ട്. സെറ്റ്. ഗംഭീര പടമായി മാറിയില്ലേ ഇപ്പോൾ? ഇത് കാണിച്ചു തരാം, നോക്കൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.